ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ആണ്. ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ്, ഓർഗാനിസത്തിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോകാം. അപ്പോൾ ചാപ്റ്ററിലോട്ടേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പാരഗ്രാഫിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിൻസ് ദി ഡ്രോൺ ഓഫ് സിവിലൈസേഷൻ, അതായത് പുരാതന കാലം മുതലേ തന്നെ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കുറേ അറ്റംപ്റ്റ്, കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് പുരാതന കാലം മുതൽ തന്നെ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓർഗാനിസത്തിനെ പണ്ട് കാലങ്ങളിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തതിന് ഒരു ക്രൈറ്റീരിയാസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ലായിരുന്നു. അതായത് പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഒന്നും യൂസ് ചെയ്തിട്ടല്ലായിരുന്നു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓർഗാനിസത്തിനെ ഫുഡിന് വേണ്ടി, ഷെൽട്ടറിന് വേണ്ടി, ക്ലോത്തിങ്ങിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, വാസസ്ഥലത്തിന് വേണ്ടിയിട്ട്, വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യൂസ് അനുസരിച്ചിട്ടാണ് ഓർഗാനിസത്തിനെ പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് പണ്ട് കാലങ്ങളിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രത്യേക ക്രൈറ്റീരിയാസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. കുറേ കാലങ്ങൾക്ക് ശേഷം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ അദ്ദേഹം ഓർഗാനിസത്തിനെ സയൻറ്റിഫിക് ബേസിസിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. സയൻറ്റിഫിക്, അതായത് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം നമ്മുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്, ഓർഗാനിസത്തിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഹൈറ്റ്, ഉയരം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യും. അതേപോലെ തന്നെ വണ്ണം, പിന്നെ ഇലകളുടെ ഷേപ്പ്, അങ്ങനെയൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, പ്ലാന്റ്സിനെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ ട്രീസ് എന്നും ഹെർബ്സ് എന്നും ഷബ്സ് എന്നും തരംതിരിച്ചു. ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഭയങ്കര ഉയരം കൂടിയതാണ്, ഹെർബ്സ് അതിലും ചെറുതാണ്, ഷബ്സ് അതിലും ചെറുതാണ്. അപ്പോൾ അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഹെർബ്സ്, ഷബ്സ് എന്ന് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ അദ്ദേഹം അനിമൽസിനെ റെഡ് ബ്ലഡ് അനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡ് എന്നും തിരിച്ചു. അതായത് റെഡ് കളർ ബ്ലഡ് ഉള്ള അനിമൽസ് എന്നും അതേപോലെ തന്നെ റെഡ് കളർ ബ്ലഡ് ഇല്ലാത്ത അനിമൽസ് എന്നും എന്ത് ചെയ്തു, അദ്ദേഹം അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ശേഷം വന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ലിനേയസ് കൊണ്ടുവന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ കാണുന്നതാണ് നമ്മുടെ ലിനേയസ് എന്ന് പറയുന്നത്. ലിനേയസ് ആണ് എന്ത് ചെയ്തത്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ലിനേയസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിസത്തിനെ എന്ത് ചെയ്തു, കിങ്ഡം അനിമീലിയ, കിങ്ഡം പ്ലാന്റ്, അങ്ങനെ 2 കിങ്ഡമായിട്ട് എന്ത് ചെയ്തു, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ 2 കിങ്ഡമായിട്ടാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 2 കിങ്ഡം
സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീനിയേഴ്സ് ഓർഗാനിസത്തിനെ എത്ര കിങ്ഡം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? 2 കിങ്ഡം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഫസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റ് ആൻഡ് സെക്കൻഡ് കിങ്ഡം അനിമീലിയ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് എന്തുണ്ടായിരുന്നു? കുറേ ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. കുറേ ഡ്രോബാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുറേ ലിമിറ്റേഷൻസ്, കുറവുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറവുകൾ എന്നാണ് നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. നമുക്ക് എക്സാമിന് 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു പോർഷനാണ്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിനെയും പ്രോകാരിയോട്ട് ഓർഗാനിസത്തിനെയും ഈ സിസ്റ്റം എന്ത് ചെയ്തില്ല? ഡിസ്റ്റിങ്യൂഷ് ചെയ്തില്ല, അതായത് വേർതിരിച്ചില്ല. എന്താണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം. അപ്പം ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസം, അതായത് ശരിക്കുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുക. പ്രോകാരിയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രോകാരിയോട്ടിക് എന്ന് വെച്ചാൽ ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുക. നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഈ സിസ്റ്റം ഡിസ്റ്റിങ്യൂഷ് ചെയ്തില്ല, വേർതിരിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം യൂക്കാരിയോട്ടിക് ഓർഗാനിസം വേറൊരു ടൈപ്പ് സ്വഭാവമുള്ള ഓർഗാനിസംസ് ആണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് സ്വഭാവമുള്ള ഓർഗാനിസംസ് ആണ്. ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്തില്ല? സെപ്പറേറ്റ് ഗ്രൂപ്പുകളിലാക്കാതെ ഇതിനെ രണ്ടിനെയും ഒരേ ഗ്രൂപ്പിലിട്ടു. അതെന്താണ്? നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇനി അടുത്ത ഡ്രോബാക്ക് എന്താ? ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്യൂഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഈ സിസ്റ്റം എന്ത് ചെയ്തില്ല? വേർതിരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ. എന്താണ് മൾട്ടി സെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ. അപ്പം ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെയും ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെ എന്ത് ചെയ്തില്ല? ഇവർ വേർതിരിച്ചില്ല. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വേർതിരിച്ചില്ല. അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ ഇട്ടു. അതായത് ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്ന് വിളിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തില്ല? വേർതിരിച്ചില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. പിന്നെ ലാസ്റ്റത്തെ പോയിൻ്റാണ് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു ഐദർ കാറ്റഗറി. അതായത് നമ്മൾ പറഞ്ഞു 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം അനിമീലിയ, കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് ഇതിൽ രണ്ടിലും പെടാതെ വന്നു. അതായത് പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും അനിമീലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഈ 2 ഗ്രൂപ്പിലും പെടാതെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് പറഞ്ഞ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഐദർ കാറ്റഗറി. ഈ 2 കാറ്റഗറിയിലും, അതായത് കിങ്ഡം പ്ലാന്റയിലും കിങ്ഡം അനിമീലിയയിലും പെടാത്ത ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോബാക്സുകൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ്, നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള ഓരോ ക്ലാസിഫിക്കേഷനെയും പറ്റിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ പ്ലാന്റിനെ പറ്റിയിട്ടും അനിമീലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ ഇത്രയും കിങ്ഡത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അനിമീലിയനെ പറ്റിയും പ്ലാന്റിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ഷോർട്ടായിട്ടാണ്, ഡീറ്റെയിൽ ആയിട്ടല്ല നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്, കുറച്ച് ഷോർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. വരുന്ന ചാപ്റ്റേഴ്സിൽ, അതായത് അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ അനിമീലിയ കിങ്ഡത്തിനെ പറ്റിയും പ്ലാന്റേ കിങ്ഡത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് പ്രൊപ്പോസ് ചെയ്തത് R.H. വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. 1969 R.H. വിറ്റാക്കർ എന്ത് പ്രൊപ്പോസ് ചെയ്യുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നത്. ആ വർഷം എന്ത് ചെയ്യണം? ഇരിക്കണം. അതേപോലെ തന്നെ R.H. വിറ്റാക്കർ ആണത് പ്രൊപ്പോസ് ചെയ്തത് എന്നും ഓർക്കണം. അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു, അതായത് ഓർഗാനിസത്തിനെ 5 കിങ്ഡം ആയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ R.H. വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. അത് ഏതൊക്കെ കിങ്ഡമായിരുന്നു? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റേ, അനിമീലിയ. ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് ഓർഗാനിസത്തിനെ R.H. വിറ്റാക്കർ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് R.H. വിറ്റാക്കർ എന്ത് ചെയ്തു? ഓർഗാനിസത്തിനെ 5 കിങ്ഡം ആക്കി എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. കുറേ കാരണങ്ങൾ, കുറച്ച് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആക്കി ക്ലാസിഫൈ ചെയ്തത്. അത് ഏതൊക്കെയാണ്? അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 ക്രൈറ്റീരിയാസ് ആണ് പ്രധാനമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷന് ഫസ്റ്റ് യൂസ് ചെയ്ത ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് സെല്ലിൻ്റെ സ്ട്രക്ചർ. സെക്കൻഡ് വൺ ബോഡി ഓർഗനൈസേഷൻ, തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫോർത്ത് വൺ റിപ്രൊഡക്ഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സെല്ല് എങ്ങനെയാണ്, ഇപ്പോൾ സെല്ല് യൂകാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ആണോ, സെല്ല് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ അതിനെ പറ്റി പഠിക്കും. പിന്നെ ബോഡി ഓർഗനൈസേഷൻ, യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ, പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഹെറ്ററോട്രോപ്പിക് ആണോ ഓട്ടോട്രോപ്പിക്സ് ആണോ, റിപ്രൊഡക്ഷൻ അവരെങ്ങനെയാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നത്, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ട്. പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷൻ, അവരെങ്ങനെയാണ് ഉണ്ടായി വന്നത്, എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മറ്റേ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്ത ഈ 5 ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ട് ഉണ്ടാവണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു R.H. വിറ്റാക്കർ എന്ത് ചെയ്തു? ഓർഗാനിസത്തിന് 5 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഈ 5 കിങ്ഡത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ആദ്യം നമുക്കറിയാം 5 കിങ്ഡം ആയിട്ട് R.H. വിറ്റാക്കർ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് ഏതൊക്കെയാണ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റേ ആൻഡ് അനിമീലിയ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ മൊണീറ ഒഴിച്ചിട്ട് ബാക്കി എല്ലാനും എന്താണ്? യൂകാരിയോട്ടിക് ആണ്. മൊണീറ മാത്രം എന്താണ്? പ്രോകാരിയോട്ടിക് ആണ്. ഇതെന്തായാലും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 5 കിങ്ഡം ആയിട്ട് R.H. വിറ്റാക്കർ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിലെ മൊണീറ മാത്രം പ്രോകാരിയോട്ടും ബാക്കിയുള്ള 4 കിങ്ഡംസ് എന്താണ്? യൂകാരിയോട്ടിക് ആണ്. ഇനി ഇതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. മൊണീറയുടെ സെൽ വോള് നോൺ സെല്ലുലോസിക് ആണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോളിസാക്കറൈഡ്സും അമിനോ ആസിഡ്സും കൊണ്ടാണ് മൊണീറയുടെ സെൽ വോള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓർത്തിരിക്കണം. ഈ ടേബിള് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെയാണ്. അപ്പോൾ മൊണീറയുടെ സെൽ വോൾ എന്ന് പറയുന്നത് നോൺ സെല്ലുലോസിക് ആണ്. പോളിസാക്രൈഡും അമിനോ ആസിഡ്സും കൊണ്ടാണ് മൊണീറയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പ്രോട്ടിസ്റ്റയിൽ ചിലതിൽ മാത്രമാണ് സെൽ വോൾ കാണുന്നത്. ഫംഗസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈറ്റിൻ വെച്ചിട്ടാണ് ഫംഗസിൽ എന്തുണ്ടാക്കിയിരിക്കുന്നത്? സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലാന്റയിൽ നമുക്കറിയാം സെല്ലുലോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം അനിമൽസിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ മുതലേ പഠിക്കുന്നതാണ്. അനിമൽസിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്. പ്ലാന്റ്സിൽ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. ഫംഗസിൽ എന്താ? കൈറ്റിൻ കൊണ്ട്. പ്രോട്ടിസ്റ്റയിൽ ചിലതിൽ മാത്രമാണ് സെൽ വോൾ കാണുന്നത്. മൊണീറയിൽ പോളിസാക്രൈഡ്സും അമിനോ ആസിഡ്സും വെച്ചിട്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ കാര്യം പറയുന്നുണ്ട്. മൊണീറയിൽ ആബ്സെൻ്റ് ആണ്, ബാക്കിയുള്ളതിലെല്ലാം എന്താണ്? പ്രസൻ്റ് ആണ്.
ഇനി എന്താണ് ബോഡി ഓർഗനൈസേഷൻ? മൊണീറ സെല്ലുലാർ ആണ്, പ്രോട്ടീസ്റ്റേം സെല്ലുലാർ ആണ്. ഫംഗസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. പ്ലാന്റേയും ടിഷ്യൂം ഓർഗൻസും. അനിമീലിയ നമുക്കറിയാം ടിഷ്യൂസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഇങ്ങനെയാണ് ബോഡി ഓർഗനൈസേഷൻ വരുന്നത്. ഇനി മൂഡ് ഓഫ് ന്യൂട്രീഷനെ പറ്റി പറയുന്നുണ്ട്. മൊണീറ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിക്കിൽ തന്നെ കീമോസിന്തറ്റിക്കും വരുന്നുണ്ട്, ഫോട്ടോസിന്തറ്റിക്കും വരുന്നുണ്ട്. ഓട്ടോട്രോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓട്ടോട്രോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓട്ടോട്രോപ്പിക്സ് എന്ന് വിളിക്കുക. ഈ ഓട്ടോട്രോപ്പിക്സിൽ വരുന്ന കീമോട്രോപ്പിക്സ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്സും ഉണ്ട്. കീമോസിന്തറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ഫുഡിനെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീമോസിന്തറ്റിക് എന്ന് വിളിക്കുക. ഫോട്ടോസിന്തറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് എന്ന് വിളിക്കുക. അപ്പം നമ്മുടെ മൊണീറ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പിക്സും ആണ്, എന്തുമാണ്? ഹെറ്റോട്രോപ്പിക്സും ആണ്. ഹെറ്റോട്രോപ്പിക്സിൽ എന്തുണ്ട്? സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസൈറ്റ് ഉണ്ട്. ഫൈറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളിൽ ജീവിച്ചിട്ട് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നവരെ, അതായത് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുക. പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ മുകളിൽ ജീവിച്ച്, ഇപ്പം നമ്മുടെ പേനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാരസൈറ്റ് ആണ്. അങ്ങനെ ജീവിച്ചിട്ട് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാരസൈറ്റിക് എന്ന് വിളിക്കുക. അപ്പോൾ മൊണീറയിൽ ഓട്ടോട്രോപ്പിക്സ് ഉണ്ട്, ഹെറ്ററോട്രോപ്പിക്സ് ഉണ്ട്. അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നവരും ഉണ്ട്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ട്. അതിൽ ഓട്ടോട്രോപ്പിക്സിൽ തന്നെ കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. ഹെറ്റോട്രോപ്പിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ സാപ്രോഫൈറ്റ്, പാരസൈറ്റും ഉണ്ട്. ഇനി പ്രോട്ടിസ്റ്റയിൽ തന്നെ ഓട്ടോട്രോപ്പിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്ടോട്രോപ്പിക്സിൽ ഫോട്ടോസിന്തറ്റിക്, ഹെറ്റോട്രോപ്പിക്സും ഉണ്ട്. പിന്നെ ഫംഗസിൽ എന്തുണ്ട്? ഹെറ്റോട്രോപ്പിക്സ് ഉണ്ട്, അതിൽ സാപ്രോഫൈറ്റ് ഉണ്ട്, പാരസൈറ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെന്താണ്? ഓട്ടോട്രോപ്പിക്സ് ആണ്. അവർ ഫോട്ടോസിന്തറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അനിമീലിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെറ്റോട്രോപ്പിക്സ് ആണ്. നമുക്കറിയാം നമ്മൾ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കല്ല, പ്ലാന്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ അനിമീലിയ എന്ന് പറയുന്നത് ഹെറ്റോട്രോപ്പിക്സ് ആണ്. നമുക്ക് ഹോളോസോയിക് ഉണ്ട്. ഹോളോസോയിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താണ്? സാപ്രോഫൈറ്റിക്കും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ സെൽ വോളിനെ പറ്റിയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ സെൽ ടൈപ്പിനെ പറ്റിയിട്ടും പഠിക്കാം. സെൽ ടൈപ്പിൽ മൊണീറ മാത്രമാണ് പ്രോകാരിയോട്ടിക്, ബാക്കിയൊക്കെ യൂക്കാരിയോട്ടിക് ആണ് എന്നുള്ളത് പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? മാറ്റിയിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ള നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ഒരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഡൊമൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഇത് പ്രൊപ്പോസ് ചെയ്തത് കാൾ വൂസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. അതിൻ്റെ പേര് നിങ്ങൾക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടില്ല, എന്നാലും പഠിച്ചിട്ടുണ്ടാവണം. 3 ഡൊമൈൻ സിസ്റ്റം ആണ്. കാൾ വൂസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് അത് പ്രൊപ്പോസ് ചെയ്തത്. ഇതിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നും കൂടി വിളിക്കാറുണ്ട്. 3 ഡൊമൈൻ സിസ്റ്റം, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും 5 കിങ്ഡംസ് ആണുള്ളത്. അതായത് RS വിറ്റാക്കാൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 5 കിങ്ഡംസ് ആണുള്ളത്. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമീലിയ എന്ന് പറയുന്ന 5 കിങ്ഡംസ് ആണുള്ളത്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ അദ്ദേഹം 2 ഡൊമൈനാക്കി ക്ലാസിഫൈ ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കി, മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ 2 ഡൊമൈൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഡൊമൈൻ ബാക്ടീരിയയും ഒന്ന് ഡൊമൈൻ ആർക്കിയ എന്ന് പറയുന്ന 2 കിങ്ഡംസ് ആയിട്ട് 2 ഡൊമൈൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ബാക്കിയുള്ള കിങ്ഡംസ് ഇല്ലേ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റി, അനിമീലിയ, ബാക്കിയുള്ള കിങ്ഡത്തിനെ അദ്ദേഹം ഡൊമൈൻ യൂക്കാരിയ എന്ന് പറയുന്ന എന്തിൽ കൊടുത്തു? ഡൊമൈനിൽ കൊടുക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹം ചെയ്തത്? മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഡൊമൈൻ ബാക്ടീരിയ എന്നും ഡൊമൈൻ ആർക്കിയ എന്നും കൊടുത്തു. ബാക്കിയുള്ള കിങ്ഡത്തിന് അദ്ദേഹം ഡൊമൈൻ യൂക്കാരിയ എന്ന് പറയുന്ന കിങ്ഡത്തിലും കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, 1, 2, 3, 4, 5, 6 കിങ്ഡം വന്നു. അതുകൊണ്ട് അതിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും 3 ഡൊമൈൻ അല്ലേ, 1, 2, 3 ഡൊമൈൻ അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ 3 ഡൊമൈൻ സിസ്റ്റം എന്നും
വിളിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാൾ വോസ് പ്രൊപ്പോസ് ചെയ്ത ഒരു കാര്യമാണ് 3 ഡൊമെയിൻ സിസ്റ്റം ആൻഡ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പാരഗ്രാഫിൽ തന്നിരിക്കുന്ന കാര്യമാണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ടാവണം, അറിഞ്ഞ് ഇരിക്കുന്നുണ്ടാവണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കൺഫ്യൂഷൻസ് ആയിട്ടാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗസിന്, അതേപോലെ തന്നെ ആൻജിയോസ്പേംസിന്, ജിംനോസ്പേംസിന്, ഫേൺസിന്, മോസസിന്, ഇങ്ങനത്തെയുള്ള ഓർഗാനിസത്തിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരുന്നു പണ്ട് കാലത്തുള്ള ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ സെല്ലിൽ സെൽ വോൾ ഉണ്ട് എന്ന ഒറ്റ ഒരു റീസൺ കൊണ്ട് മാത്രം ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പറയുന്ന അടുത്ത പോയിന്റാണ് പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയനെയും അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗേനെയും ബ്ലൂ ഗ്രീൻ ആൽഗേനെ വിളിക്കുന്ന വേറൊരു പേരാണ് സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, പ്രോക്യാരിയോട്ടിക് ആണ്. അതായത് പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയയും അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇവർ പ്രോക്യാരിയോട്ടിക് ആയിട്ടും ഇവരെവിടെ കൊണ്ടെടുത്തു, യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടേക്കായിരുന്നു പണ്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നതും ഒരു ലിമിറ്റേഷൻ തന്നെയാണ് പറയുന്നത്. ക്ലാമിഡോമോണസ് എന്ന് ക്ലാമിഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം, സ്പൈറോഗൈറ എന്ന് പറയുന്ന ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും രണ്ടാണ്. യൂണിസെല്ലുലാർ ആണെന്ന്, ഒന്ന് മൾട്ടി സെല്ലുലാർ ആണ്. ഈ 2 ഓർഗാനിസത്തിനെയും ആൽഗെ എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, ഓർഗാനിസം ആ 2 ഗ്രൂപ്പിനെയും ആൽഗെ എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പിൽ ഇട്ടു. അതായത് ഇവർ രണ്ടുപേരും യൂണിസെല്ലുലാർ ആണ്, ഒന്ന് മൾട്ടി സെല്ലുലാർ ആണ്. അങ്ങനെ ഡിഫറൻസ് ഉണ്ടെങ്കിലും അവരതൊന്നും കൺസിഡർ ചെയ്യാതെ ആൽഗെ എന്ന് പറയുന്ന ഒറ്റൊരു ഗ്രൂപ്പിൽ കൊണ്ടിടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പറയുന്ന അടുത്തതാണ് ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ഫംഗസ്. ഹെറ്ററോട്രോപ്പിക് ഫംഗസ് എന്താണ്, നമുക്കറിയാം, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പറേഷൻ നടത്താതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെയാണ് ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുക. ഹെറ്ററോട്രോപ്സിക് ഫംഗസിനെയും ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റിനെയും ഒരു ഗ്രൂപ്പിൽ കൊണ്ടിട്ടു. നമുക്കറിയാം ഫംഗസിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് കൈറ്റിൻ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസിക് ആണ് എന്നറിയാം. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിലിട്ടു. പിന്നീട് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നതോടുകൂടി ഫംഗസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കിങ്ഡം കൊണ്ടുവന്ന്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കിങ്ഡം ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പഠിക്കാനുള്ളത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മൊണീറയിൽ സെല്ലുലാർ ആയിട്ടുള്ള എല്ലാ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെയും മൊണീറയിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ സെല്ലുലാർ ആയിട്ടുള്ള എല്ലാ പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും മൊണീറയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ട് ഉള്ളത് എന്ന് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റ ഹാസ് ബ്രോഡ് ടുഗദർ ക്ലാമിഡോമോണസ് ക്ലോറല്ല ഏർലിയർ പ്ലേസ്ഡ് ഇൻ ആൽഗെ വിത്ത് പ്ലാന്റ്സ് ബോത്ത് ഹാവിങ് സെൽ വോൾ. അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ക്ലാമിഡോമോണസും ക്ലോറല്ലയും വരുന്നുണ്ട്. ഇത് ആദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആൽഗയിലാണ്. അതായത് പ്ലാന്റിൻ്റെ കീഴിൽ വരുന്ന ആൽഗെ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ്റെ അടിയിലായിരുന്നു ആദ്യം ക്ലാമിഡോമോണസിനെയും ക്ലോറല്ലേനെയും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ഇതിൻ്റെ കീഴിലായിരുന്നു വന്നത്. പിന്നെ പാരമീസിയത്തിനെയും അമീബേനെയും ആദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അനിമൽ കിങ്ഡത്തിലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇത് എന്ത് ചെയ്തു, ക്ലാമിഡോമോണസിനെയും ക്ലോറല്ലേനെയും പാരമീസിയത്തിനെയും അമീബേനെയും കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്തു, കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ ഒരു പോയിന്റിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റത്തെ ഒരു പോയിൻ്റാണ്. നമുക്ക് അറിയാം ഇതിന് ശേഷം കുറേ അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള കുറേ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തു, പുറമെയുള്ള ക്യാരക്ടേഴ്സ്, അതായത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് റിപ്രൊഡക്ഷൻ നടത്തുന്നത്, അവരുടെ ഫിസിയോളജി, അതായത് അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഫിസിയോളജി ആണെങ്കിൽ
നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി നോക്കിക്കഴിഞ്ഞാൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഓരോ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു പ്രധാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ എന്താ ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ എങ്ങനെയാണ് എവല്യൂഷൻ നടന്നു വന്നത്, ഓർഗാനിസംസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്നുള്ള ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനെന്ന് മനസ്സിലായപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി എന്ത് ചെയ്തു, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയി രേഖപ്പെടുത്താൻ. താങ്ക് യു.